നമ്മുടെ കൂടെ ഉള്ളത് പ്രശാന്ത് അലക്സാണ്ടർ, പ്രകാശ് അലക്സാണ്ടർ. സോ ഇന്നത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓണം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഈ ഓണം ഒരുമിച്ച് ഒത്തിരി സന്തോഷം. കഴിഞ്ഞ ഓണം നമ്മൾ ഒരുമിച്ച് ഒരു ഇന്റർവ്യൂലായിരുന്നു. അതെ, ആൾക്കാരെ വെറുതെ തെറ്റിദ്ധരിക്കണ്ട, കഴിഞ്ഞ ഓണം ഒരുമിച്ച്. ഓണം ആകുമ്പോ എന്തായിരിക്കും ഉണ്ടാക്കുന്നത്? നീ ആവുമ്പോൾ എങ്ങനെ വന്നാലും മാക്സിമം ഒരു പപ്പടം. നമുക്ക് അങ്ങനെ അധികം നിങ്ങൾ ഒരുമിച്ചുള്ള മെമ്മറീസ് നമ്മൾ അധികം കേട്ടിട്ടില്ല. ആരും കേട്ടിട്ടുണ്ടാവില്ല. തൊടികളിൽ പോയി മുറ്റത്ത് അത്തപ്പൂക്കളമിട്ട് ഊഞ്ഞാലാടി അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇതിനാണോ മുണ്ട് ഷർട്ട് ഇട്ട് വരണം? പറ്റുകയാണെങ്കിൽ കിട്ടുന്നുണ്ടോ? ഇതുണ്ടാക്കാനായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയും വന്നാൽ മതിയാണ്. നിങ്ങൾ ഒരുമിച്ചില്ലാതിരുന്ന ഒരു ആദ്യത്തെ ഓണം മെമ്മറിയിലുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞ മ്യൂസിക് ഇടാം. ഇനി പാല് തിളച്ചു വരണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ അത് ശ്രദ്ധിക്കാതെ തിരിഞ്ഞു തന്നാൽ മതി. വെൽക്കം ടു സിനിമാ പ്രാന്തൻ. നമ്മുടെ കൂടെ ഉള്ളത് പ്രശാന്ത് അലക്സാണ്ടർ, പ്രകാശ് അലക്സാണ്ടർ. സോ ഇന്നത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓണം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഈ ഓണം ഒരുമിച്ച് ഒത്തിരി സന്തോഷം. കഴിഞ്ഞ ഓണം നമ്മൾ ഒരുമിച്ച് ഒരു ഇന്റർവ്യൂലായിരുന്നു. അതെ, ഇത്തവണ ഇന്റർവ്യൂ വേണോ? ആൾക്കാരെ വെറുതെ തെറ്റിദ്ധരിക്കണ്ട, കഴിഞ്ഞ ഓണം ഒരുമിച്ച് ഇന്റർവ്യൂ ഇത്തവണ എങ്ങനെ ഇന്റർവ്യൂ വേണോ? നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്? ഈ ഓണം നമുക്ക് നോർമൽ ഇന്റർവ്യൂ വേണോ? എങ്ങനെ പോണം? എന്തായാലും കുഴപ്പമില്ല. പ്രശാന്ത് ഏട്ടാ, നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കട്ടെ. ആണല്ലേ? എന്നാ പിന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ കുക്കിംഗ് ചെയ്യിക്കാൻ പോവാ. ഓക്കെ, ചെയ്യാം. എന്താ ഉണ്ടാക്കണെന്ന് അറിയണ്ടേ? എന്തായിരിക്കും ഗസ് ചെയ്യ്. ഓണം ആവുമ്പോ എന്തായിരിക്കും ഉണ്ടാക്കുന്നത്? നീ ആവുമ്പോൾ എങ്ങനെ വന്നാലും മാക്സിമം ഒരു പപ്പടം വരെയൊക്കെ ഉണ്ടാവാൻ സാധ്യത. കഴിഞ്ഞ വട്ടം സദ്യ ഞാൻ ടെസ്റ്റ് ചെയ്തതല്ലേ, ഓർമ്മയില്ല? ആമ്പിള്ളേരുണ്ടാക്കിയ സദ്യ, ഒരു ഷെഫ് ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ നമുക്ക് ഇത്തവണ പ്രകാശേട്ടൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, പായസം ഉണ്ടാക്കാം. പാലടയുടെ കവർ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇതിനാണോ മുണ്ട് ഷർട്ട് ഇട്ട് വരണം? പറ്റുകയാണെങ്കിൽ കിട്ടുന്നുണ്ടോ? ഇതുണ്ടാക്കാനായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയും വന്നാൽ മതിയാണ്. അത് പറ്റില്ല, നമുക്ക് ഓണം വരുമ്പോ ഓണത്തിന് ലുക്ക് തന്നെ വേണം. നമുക്ക് പായസം ഉണ്ടാക്കാം. നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം എത്തിക്കഴിഞ്ഞു. നമ്മള് പാലട പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, മിക്സ് ആണ്, അപ്പൊ ഉണ്ടാക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. പിന്നെ പാലുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? അത് എന്താ ചെയ്യണ്ടേ? അത് ഇത് ഓണാക്കണം. പാത്രം എടുത്ത് കഴുകണം. കഴുകിയ പാത്രം ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, നിങ്ങളാണ്. ഞാനൊരു നടനായതുകൊണ്ട് ഉണ്ടാക്കുന്നതായിട്ട് അഭിനയിച്ചാൽ മതിയോ? ഞാനൊരു ആങ്കർ ആയതുകൊണ്ട് എന്താ പറയാൻ പ്രാസമൊന്നും കിട്ടുന്നില്ല. നമ്മള് പാൻ ചൂടാകുമ്പോ ഓണായില്ല ഇതുവരെ. പെട്ടെന്ന് പാല് പൊട്ടിച്ചൊഴിക്കാം. പൊട്ടിച്ചൊഴിച്ചു അല്ലേ? അങ്ങനെ തന്നെയല്ലേ? രണ്ടുപേരും ഓരോന്ന് പൊട്ടിച്ചോ. വീട്ടിൽ അടുക്കളയിൽ കയറാത്ത സിനിമാ പ്രാന്തനെ കൊണ്ടുവന്ന് അടുക്കള കയറ്റി. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് കടപ്പെട്ടിരിക്കും. അവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. ഡിസ്ക്ലെയിമർ. പാലൊഴിച്ചു. അടുത്ത പാലൊഴിക്കട്ടെ. കറക്റ്റല്ലേ? ഫുള്ള് ഒഴിച്ചില്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി പാല് തിളയ്ക്കുന്ന സമയം നമുക്ക് ഇങ്ങനെ കുറച്ച് കൊച്ചർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ശരി, ഓക്കെ. അറിയോ എന്തൊക്കെയാണ് ഓണം വിശേഷങ്ങൾ? ഓണം വിശേഷങ്ങൾ ആസ് യൂഷ്വൽ ഓണാഘോഷം. ഇവരുടെ വില്ലയിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു. എൻ്റെ ഓണാഘോഷം തുടങ്ങാൻ പോകണേ ഉള്ളൂ. 14-ാം തീയതി ഞങ്ങൾ താമസിക്കുന്ന നാട്ടിൽ അവിടെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണക്കളികളും ഗാനമേളയും പരിപാടികളും ഒക്കെ ഉണ്ട്. അന്നാണ് നമ്മുടെ ഓണം അവിടെ ഓണാവുന്നത്. ആദ്യത്തെ ഓണാഘോഷം, ഈ വർഷത്തെ ആദ്യത്തെ ഓണാഘോഷം. അത് തന്നെ കുക്കിങ്ങിലൂടെ തന്നെ നമുക്ക് തുടങ്ങാനും പറ്റി. ഇതിനെ ആഘോഷം എന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ പറയരുത്. പിന്നെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, നിങ്ങൾ ചെറുപ്പത്തിലെ ഒരുമിച്ചുണ്ടായിരുന്നല്ല, ചെറുപ്പത്തിലുള്ള നിങ്ങളുടെ ഓണം മെമ്മറീസ് ഒക്കെ
നമുക്ക് അങ്ങനെ അധികം നിങ്ങൾ ഒരുമിച്ചുള്ള മെമ്മറീസ് നമ്മൾ അധികം അങ്ങനെ കേട്ടിട്ടില്ല. ആരും കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങളതൊന്നും പറഞ്ഞിട്ടില്ല. പറയാനുള്ള ഒരു അവസരമായിട്ടുണ്ട്, പറഞ്ഞോളൂ. അങ്ങനെ ഭയങ്കര ആഘോഷം പരിപാടികൾ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ. പക്ഷെ യൂഷ്വലി എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന പോലെ വീട്ടിൽ സദ്യ ഉണ്ടാക്കാറുണ്ട്, ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കും. അങ്ങനെ വലിയ അതിനപ്പുറത്തുള്ള തൊടികളിൽ പോയി മുറ്റത്ത് അത്തപ്പൂക്കളം ഇട്ട് ഊഞ്ഞാലാടി അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. കാരണം ഞങ്ങള് കൂടുതലും ഞങ്ങളുടെ ഫാദറിന്റെ ജോലി സംബന്ധമായിട്ടുള്ള ട്രാൻസ്ഫർ പ്രകാരം 3 വർഷങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിരുന്നു. അപ്പം ഓരോ സ്ഥലത്തും ഞങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഓണാഘോഷം ഉണ്ടാവും. അങ്ങനെ കുറേ ഓണാഘോഷ പരിപാടികൾ എല്ലാവർക്കും ഉള്ള ഒരു ഓണാഘോഷം. ഞങ്ങൾക്ക് അങ്ങനെ പേഴ്സണലി ഞങ്ങൾ മാത്രം ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ മാറി വേറെ സ്ഥലത്തായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ പരിപാടികളൊന്നും നടന്നിട്ടില്ല. അതൊക്കെ പപ്പ റിട്ടയർ ആയതിനു ശേഷം ഒക്കെയാണ്. അന്നേരത്തിന് ഞങ്ങൾ ജോലിയും പരിപാടിയായിട്ട് വീട്ടിൽ നിന്ന് 2 സ്ഥലത്തായി. എന്നാലും പരമാവധി ഞങ്ങൾ അങ്ങനെ ഓണം അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും നാട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടും. അപ്പോൾ ആ കൂടലിനാണ് പ്രത്യേകത. ആ കൂടൽ ഓണം എന്ന് പറയുന്ന ഒരു ബാക്ക് ഡ്രോപ്പ് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഞങ്ങളെല്ലാവരും ഈ സമയത്ത് ഇവരെല്ലാവരും വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും നാട്ടിൽ പോകും. എൻ്റെ വൈഫും പിള്ളേരും എല്ലാം അവിടെ ആയതുകൊണ്ട് ഞാൻ നാട്ടിൽ പോകും. എൻ്റെ സിസ്റ്റേഴ്സ് അവിടെ അടുത്ത് തന്നെയാണ്. ഇപ്രാവശ്യം പക്ഷേ അമ്മ പ്രകാശിൻ്റെ വീട്ടിൽ എറണാകുളത്താണ്. അപ്പം ഇവർ വന്നാലാണ് ആ ടോട്ടൽ കോറം ഓണത്തിനവിടെ ഉണ്ടാവുള്ളൂ. ഇവർ വരുമെന്ന് ദൈവത്തിനറിയാം. പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? പ്ലാനിലുണ്ട്. പ്രകാശ് ഭയങ്കര ബിസി ടെക്നീഷ്യൻ ആയതുകൊണ്ട്, വ്യാപകമില്ലാത്ത പണിയെടുക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട്. അറ്റ് എ ടൈം ഇപ്പം എത്ര സിനിമയാണ് സോങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓൺ പ്രൊജക്ട്സ് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. ബട്ട് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് കുറേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ പ്രോഗ്രാമർ ആയതുകൊണ്ട് ടെക്നീഷ്യനായിട്ടും മ്യൂസിക് ഡയറക്ടർ പുള്ളി ചെയ്ത പടങ്ങളൊക്കെ ഇനിയും വരാൻ അതെല്ലാം വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തെലുങ്ക് പടം നാനിയുടെ പടമൊക്കെ പുള്ളി ചെയ്തിട്ട് വന്നിട്ട് ഇരിക്കുകയാണ്. ജെയ്ക്സാണ് മ്യൂസിക് ഡയറക്ടർ, പ്രകാശാണ് പ്രോഗ്രാമർ. അങ്ങനെ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ജെയ്ക്സ് ബിജോയി, ഗോപി സുന്ദർ, ബിജിപാൽ, അങ്ങനെ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പ്രോഗ്രാമറായിട്ട്, മ്യൂസിഷ്യനായിട്ട്. അപ്പം 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? രണ്ടും കൂടെ പോകില്ല, ഒരു സമയത്ത് ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. അപ്പം കൂടുതൽ അങ്ങനെ എൻ്റെ ഭാഷ പറഞ്ഞ പുറംപണിക്ക് പോകും. പുറംപണിയുള്ള സമയത്ത് സ്വന്തം പണികൾ വർക്കുകൾ പൊതുവെ കുറച്ച് അതിൽ പോകും. അത് കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആണ്. നമ്മൾ ജസ്റ്റ് ഇരുന്ന് വർക്ക് ചെയ്ത് തീർത്ത കൃത്യമായി പൈസ മേടിച്ചോണ്ട് പോരാം. സ്വന്തം ക്രിയേറ്റിവിറ്റി വിൽക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ പൈസ കിട്ടിയില്ലെന്ന് വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ആക്ടിങ് ലൈഫ് ദൈവാനുഗ്രഹത്താൽ 10-22 വർഷമായല്ലോ. എന്തായാലും ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് സമാധാനപരമായ ഓണം ഉണ്ണുന്നുണ്ട്. ഈ വർഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയാണ്. അതെൻ്റെ പോർഷൻ കഴിയേണ്ടതായിരുന്നു. പക്ഷേ ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇനിയും എൻ്റെ 20-ാം തീയതിക്ക് ശേഷം ഓണം കഴിഞ്ഞിട്ട് എൻ്റെ പോർഷൻസ് തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമുക്ക് വരാൻ പറ്റി. അതെ, അതിൻ്റെ ചുണ്ടമ്പള്ള പോലത്തെ മീശയൊക്കെ എനിക്ക് കിട്ടി. ഓണത്തിന് എവിടെ പോയാലും മാവേലിയെ പോലെ ഇങ്ങനെ കമ്പം മീശയൊക്കെ വെച്ച് നിൽക്കും. അതെ. സെറ്റിലെ ഓണം സെലിബ്രേഷൻ ഒക്കെയോ? സെറ്റില് എനിക്കധികം ഓണം സെറ്റ് ഉണ്ടായിട്ടില്ല. ഇല്ല, ഉണ്ടായിട്ടില്ല. ഉള്ളപ്പം ഓണത്തിൻ്റെ അന്ന് എല്ലാവർക്കും ഉച്ചയ്ക്ക് സദ്യ ആയിരിക്കും. എല്ലാവരും ഒന്നിച്ച് ഇലയൊക്കെ ഇട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ ഉണ്ണും. അല്ലെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഉണ്ണുന്നത്. അന്ന് വെജിറ്റേറിയൻ ആണ്, സദ്യയാണ്, പായസം ഉണ്ട് എന്നുള്ളതാണ് ആകെയുള്ള വ്യത്യാസം. നിങ്ങൾ ഈ ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാ വർഷവും ഒരുമിച്ചിരുന്ന് ഓണ സദ്യ കഴിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഇല്ലേ? അവിടുന്ന് പിന്നെ ആദ്യത്തെ ഓണം നിങ്ങൾ ഒരുമിച്ചില്ലാതിരുന്ന ഒരു ആദ്യത്തെ ഓണം മെമ്മറിയിലുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞ മ്യൂസിക് ഇടാം, നമുക്ക് അങ്ങനെ ചെയ്യാലോ, കൂടില്ല. ഇയാള് പ്രകാശിന് തിരക്കുള്ളപ്പോ പ്രകാശ് വരാതിരുന്നാൽ മാത്രമേ അങ്ങനെ എല്ലാരും കൂടി ഇല്ലാത്തൊരു ഓണം ഉണ്ടാവുന്നുള്ളൂ. അല്ലെങ്കിൽ ബാക്കി എല്ലാരും അവിടെ തന്നെ ഉണ്ട്. ഞാൻ പിന്നെ എപ്പോഴും എങ്ങനെയായാലും നാട്ടിൽ കാണും ആ സമയത്ത്. ഈ ഓണത്തിന് ഇതുപോലെ ഫാമിലി ആയിട്ട് നിന്നിട്ടുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ എന്റെ ഓർമ്മയിലേ ഇല്ല. എന്റെ ഓർമ്മയിൽ ഞാൻ ഇല വെട്ടും. ഞാൻ പിള്ളേരെ നോക്കും, ഇല വെട്ടും. പിന്നെ ഞങ്ങൾ ചേച്ചിമാരൊക്കെ ഓരോരോ കറികൾ അവർ കൊണ്ടുവരും. ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും 1-2 കറികൾ ഉണ്ടാക്കും.
വൈഫിൻ്റെ പേരൻസ് വരും, അവരുടെ വൈഫിൻ്റെ മമ്മിയും എന്തെങ്കിലും കറികൾ ഉണ്ടാക്കണം. അങ്ങനെ എല്ലായിടത്തുനിന്നും കളക്റ്റീവായിട്ട് കൊണ്ടുവന്ന് നമ്മളൊരു കൊളാപടിക്കും. പലരും പലയിടത്തുനിന്ന് ഇങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട്. ഞാനെന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞങ്ങളുടെ അടുത്തൊരു പുഴയുണ്ട്. അപ്പം ഞാൻ പിള്ളേരെ എല്ലാം കൊണ്ട് ആറ്റിക്കൊണ്ട് കുളിപ്പിക്കും. ആഘോഷമൊക്കെ ആക്കി കുളിച്ച് തിമിർത്ത് വിശപ്പുണ്ടാക്കി ഞങ്ങൾ തിരിച്ചു എന്നിട്ട് കുറെ സദ്യ കഴിച്ച് പായസവും കുടിച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസം ഏതാ? അത് ചോദിക്കണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ പഞ്ചസാരയുടെ അളവ് മൊത്തത്തിൽ ഇച്ചിരി കൂടുതലായതുകൊണ്ട് പായസത്തിലെ അങ്ങനെ വലിയ ഇല്ല. എന്നാലും ശർക്കര പായസം ആയിരിക്കോ പാലായിരിക്കോ പ്രിഫർ ചെയ്യുന്നത്? എനിക്ക് അടപ്രഥമൻ ഇഷ്ടമാണ്. പാലട ഇഷ്ടമല്ല? പാലട പഞ്ചസാര വരുമല്ലോ, ഇത് കുടിച്ചേ പറ്റുള്ളൂ. കുടിക്കത്തില്ല, തന്നെ ഉണ്ടാക്കുമ്പോ കുടിച്ചേ പറ്റുള്ളൂ. ഞാൻ നിങ്ങൾക്കൊക്കെ വേണം, ഞാൻ കുടിക്കത്തില്ല. എനിക്ക് മധുരം തൊടാൻ പറ്റൂല. നിർത്തിയോ കംപ്ലീറ്റ് ആയിട്ട്? എത്ര വർഷമായിട്ട്? ഓ അങ്ങനെയാണ്. ഞാൻ വിചാരിച്ച് കളിയാക്കി പറഞ്ഞു. അല്ലല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാൻ കളി പറയാറേ ഇല്ല. ശരിക്കും ഞങ്ങളൊരു ഷുഗർ ഫാക്ടറി ഫാമിലിയാണ്. അതെ, എല്ലാവരും മധുരം തീരെ ഉപയോഗിക്കാത്തവരാണ്. നമുക്ക് ഇതിൽ മധുരം ഇടാണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് മധുരം ഉണ്ട്, പ്രീ മിക്സ് അല്ലേ, അതിനകത്ത് മധുരം ഉണ്ട്. പറ്റില്ല അല്ലേ? കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്യാമല്ലോ. ഈ പാല് തിളക്കില്ലേ? സമയമെടുക്കും, ക്ഷമ വേണം. 22 കാണിക്കുന്നുള്ളൂ. മാക്സിമം ചെറു കുറച്ച് അനക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ബാക്കി എന്തെങ്കിലും ചോദ്യം ചോദിക്കും ബുദ്ധിപരമായി? ബുദ്ധിപരമായുള്ളത് നമ്മൾ സാധാരണ ഓൺലൈൻ ആങ്കേഴ്സിനെ പോലെ അല്ലാതെ കുറച്ച് കായികപരമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി കാണുമല്ലോ അല്ലേ? അത് ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ ചോദിക്കുള്ളൂ. പായസമൊക്കെ കുടിച്ച് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുമല്ലോ. കുറച്ച് വന്നു കഴിഞ്ഞാൽ വെറുതെ വിടാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പം എന്താണ് ഇനി പാല് തിളക്കുന്നത്? ഇനി പാല് തിളച്ച് വരണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മളത് ശ്രദ്ധിക്കാതെ തിരിഞ്ഞു തന്നാൽ മതി. അതാണ് പൊതുവെ വീടുകളിലുള്ള ട്രെൻഡ്. കണ്ണ് മാറുമ്പോൾ തിളച്ച് നമ്മൾ നോക്കിയെന്നാൽ തിളക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ അങ്ങോട്ട് ഇട്ട് മാറുമ്പോഴേ തിളച്ച് വരത്തുള്ളൂ. ഇതിൽ പക്ഷെ തിളച്ച് പൊങ്ങില്ലായിരിക്കും. നമുക്ക് മനസ്സിലാവില്ല. അമ്മയോട് ചോദിച്ചാൽ ചിലപ്പോൾ അമ്മ കറക്റ്റ് പറയും. ഞാൻ അടുക്കളയൊക്കെ കയറാറുണ്ട്, പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പാട പിടിച്ച് ഇളക്കിക്കൊണ്ടിരുന്നത് തിളക്കാൻ സമയമെടുക്കും. എല്ലാം കൂടെ നടക്കൂല, ഏതെങ്കിലും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതിയാവും. അപ്പോൾ പാടായിട്ടാണ്. എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? ലോകത്തിലെ നല്ല പാചകക്കാർ പുരുഷന്മാരാണോ സ്ത്രീകളാണോ? അത് രണ്ടും ഉണ്ട്. ഈ ചില ആൾക്കാർക്ക് കൈപുണ്യം എന്നൊക്കെ പറയില്ലേ, അത് ചിലപ്പം പുരുഷന്മാർക്ക് മാത്രം ആവണമെന്നില്ല, സ്ത്രീകൾക്ക് മാത്രം ആവണമെന്നില്ല. രണ്ടുപേർക്കും ഒരുപോലെ വരാം. ചിലർക്ക് എനിക്കൊക്കെ അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ചില സമയത്തുണ്ടായി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. ക്രിസ്മസിന് ചിക്കൻ കറി ഉണ്ടാക്കാം. ഇപ്പോഴേ ക്രിസ്മസിന് സ്ലോട്ട് ബുക്ക് ചെയ്തു. ഓക്കെ, ഞങ്ങളുടെ ബീഫ് ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ഒക്കെ ബീഫിനാ മാർക്കറ്റ്, ചിക്കൻ അത്ര മാർക്കറ്റില്ല. ഇല്ല, നമ്മള് ഓണത്തിലേക്ക് ഭയങ്കര ട്രെൻഡാണല്ലേ. ട്രെൻഡാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലും കപ്പയും, കപ്പ വേവിക്കും, എല്ല് കറി ഉണ്ടാക്കും. പിന്നെ രാവിലെ അപ്പവും ചിക്കൻ സ്റ്റൂ. നമ്മള് ക്രിസ്മസിലോട്ട് എത്തി, ഓണത്തിന് രാവിലെ പറഞ്ഞോ. ഓണം ആവുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ ഓണം ആവുമ്പോഴേ കുറേ പായസം കഴിക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെ കഴിക്കേണ്ടി വരും വിചാരിച്ചില്ല. അല്ല, ഓഫീസിലെ ഓണം സെലിബ്രേഷൻ, വീട്ടിലേത്, നാട്ടിലേത്, ഫ്രണ്ട്സിന്റെ ഒപ്പം കൊറേ അങ്ങനെ ഉള്ളതുകൊണ്ടേ എല്ലാത്തിലും പായസം മെയിനാണല്ലോ. അങ്ങനെ നമ്മുടെ പാല് തിളച്ചിരിക്കുന്നു, തിളച്ചില്ല. ഈ പാത്രത്തിൽ ഇത്രയൊക്കെ തിളക്കത്തുള്ളൂ. ആഹാ, ആവി പറക്കുന്നു. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് മിക്സ് ഇടാൻ തോന്നുന്നു. മിക്സ് ഇട്ട് ഇളക്കാം. കവർ താഴെ പോകാതെ പിടിക്കണം. ഉള്ളിലുള്ളത് താഴെ പോകണ്ട. പാല് കൂടുതലാണോ എന്നൊരു സംശയം. ഇല്ല, അത് വീണ സാധനം തിളച്ച് വലുതാവും. എനിക്ക് കുറച്ചൊക്കെ അറിയാം. ഉണ്ടാക്കണം എന്നങ്ങനെ പാളിപ്പോയിട്ടില്ല അധികം. കഴിഞ്ഞ സാധനങ്ങൾ മേശപ്പുറത്ത് മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. ബാക്കി പിന്നെ എല്ലാവരും കൂടെ ക്ലീൻ ആക്കിക്കോളും. ഓണം പ്രമാണിച്ച് ഏതാണ്ട് 6ഓളം ആർട്ടിസ്റ്റുകളെ ഇവർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ പായസം ഉണ്ടാക്കി, അടുത്ത ആൾക്കാർ സാമ്പാർ ഉണ്ടാക്കും, വേറൊരു ടീം അവിയൽ ഉണ്ടാക്കും, വേറൊരു ടീം പച്ചടി ഉണ്ടാക്കും. ചോറ് ഞങ്ങൾ തന്നെ വെക്കും. ചോറ് തിളക്കാൻ വെച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. ഫ്രീ ആയിട്ട് ഒരു ഓണസദ്യ, ഫ്രീ ആയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. വാങ്ങിയിട്ട് അത് ഉണ്ടാക്കാനുള്ള ടൈം കൺസ്യൂം ചെയ്യാനായിട്ട് നമുക്കപ്പോൾ ഇന്റർവ്യൂ നടക്കും,
കുക്കിംഗ് നടക്കും എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത്രയൊന്നും വന്നിട്ടില്ല. ഇതിനെ അടച്ചു വെക്കണ്ടേ? ഇനി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ല, അടച്ചു വെക്കണ്ട. അപ്പോൾ അടച്ചു വെക്കാം. അടച്ചു വെക്കാം. മാറാലൊന്നും വീഴാണ്ടിരിക്കണം. അതെ, ഇതിനെ ഇരുന്ന് തിളച്ചോളൂ. അപ്പം അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, അപ്പം പറയൂ, പുതിയ റിലീസസ് ഏതൊക്കെയാ? അയ്യോ, എന്തൊരു ഫ്രഷ് ചുമ്മാ പറയുന്നേ, നമുക്ക് ചോദിച്ചു പോകണ്ടേ. പുതിയ റിലീസ് ARM ഉണ്ട് ഓണത്തിന്. കാരണം നീ പറ. പിന്നെ ഉണ്ടല്ലോ, ഗോട്ട് ഇപ്പോൾ റിലീസ് ചെയ്തു. കുറേ റിലീസുകളുണ്ട്. പിന്നെ ഓണത്തിന് ഏതാ റിലീസ് എന്നല്ലേ ചോദിച്ചത്? അതെ, ഇതൊക്കെ ഉണ്ട്. ARM ഉണ്ട്. ആലോചിച്ചിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല പെട്ടെന്ന്. അങ്ങനെ കുറെ സിനിമകളുണ്ട്. മറ്റേ ഒമർ ലുലുവിന്റെ ബാഡ് ബോയ്സ് ഉണ്ട്. അതെ, ഈ സൂപ്പർ സെബാസ്റ്റ്യൻ പോലുള്ള ഒരു ക്യാരക്ടർ ഇനി ഉണ്ടാവുമോ? ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോലീസ് വേഷങ്ങൾ ചെയ്യാനാണോ അത് അതുപോലെ ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാനാണോ? അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ നമ്മുടെ കഥാപാത്രത്തിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കഥ, അങ്ങനത്തെ കഥകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, എന്നാ പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയാലോ? അങ്ങനത്തെ അല്ല, ഞാൻ ഓണം റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ അതിന് ആൻസർ പറയണം. ഓക്കെ, റെഡി അല്ലേ? ഞാൻ എൻ്റെ പ്രോപ്പർട്ടി എടുത്തോട്ടെ. ഓണപ്പൂ എന്നറിയപ്പെടുന്ന പൂ ഏതാണ്? ഓണപ്പൂ അങ്ങനെ ഒരു തരംതിരിവ് ഓണത്തിനില്ല. ഉണ്ട്. എല്ലാ പൂക്കളെയും ഒരുപോലെ ആണ് മാവേലി കാണുന്നത്. മാവേലിക്ക് അങ്ങനെ വലിപ്പച്ചെറുമില്ല, ചെറുപ്പമില്ല. പക്ഷെ എന്നാലും ഓണപ്പൂ എന്നൊരു പൂവിനെ പറയും. മാവേലിക്ക് തരംതിരിവില്ലായിരിക്കും, പക്ഷെ അങ്ങനെ ഉണ്ട്. മണം വരുന്നുണ്ട്. പിച്ചി അല്ല, മന്ദാരം അല്ല, തുളസി, പിച്ചക. ഒരു ഒറ്റ സെൻസും കൂടെ ഉണ്ട്. ഞാൻ പറയട്ടെ, ഇത് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം അത്തപ്പൂ മത്സരത്തിന് ഈ പൂ വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ മാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിച്ച ടൈമിൽ അത് ആ പൂ പിന്നെ കുറച്ച് റയറായി വന്നായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞിട്ടുള്ളവരായോണ്ട് ഒരു ക്ലൂ പറ, ഒരു ക്ലൂ പറ. ക്ലൂ ഇതാണ് പറഞ്ഞേ, വേറെ ക്ലൂ പറ. വേറെ ഇല്ല, അതിപ്പോ ഭയങ്കര റയറാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരമോ അവസാനം? ക്ലൂ നോക്ക്, പറഞ്ഞു. ശവന്നാറിപ്പൂ അല്ല. അതിനെ ഒറ്റ പേരായിട്ടും പറയും, ചിലര് രണ്ടു പേരായിട്ടും പറയും. ശവം നാറി അതല്ല, ചിലപ്പോ ഒറ്റ പേരായിട്ടും പറയും. ചെമ്പകമാണല്ലേ? അല്ല, ചെമ്പകത്തിൽ എങ്ങനെ ഒന്നായിട്ടും രണ്ടായിട്ടും പറയാൻ പറ്റാ? ഇല്ല, എനിക്കറിയില്ല. കാശിത്തുമ്പ. തുമ്പെന്നും പറയും, കാശിത്തുമ്പെന്നും പറയും. കണ്ണിൽ കാശിത്തുമ്പകൾ. ഇത് ക്ലൂ തന്നാ മതിയായിരുന്നല്ലേ? മതിയായിരുന്നു. അടുത്തേ, അപ്പൊ അതൊരു എല്ലാവർക്കും ഒരു അറിവായിരിക്കട്ടെ. കാശിത്തുമ്പയാണ് ഓണപ്പൂ. തുമ്പപ്പൂ എന്ന് നമ്മൾ പറയാറുണ്ട്. തുമ്പയാണ് ഈ സ്കൂളിലും കോളേജിലൊക്കെ ഓണം സെലിബ്രേഷന് അതുണ്ടെങ്കിൽ അഡീഷണൽ മാർക്കാണ്. പിന്നെ തുമ്പെന്നാണ് റോക്കറ്റ് വിടുന്നത് മറ്റേ. അതെ, അത് സ്ഥലം, ഇത് പൂ. ഓക്കെ, അടുത്തത്, ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവം ആയ വർഷം. കുറച്ച് ജനറൽ നോളജ്. 1952 അല്ല, അതിന് ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. ഇൻ ബിറ്റ്വീൻ പറ. എല്ലാത്തിനും ക്ലൂ വേണം. 1960-70 ഇടയ്ക്ക്. ഇനിയില്ല, 60-യുടെ 70-യുടെ ഇടയ്ക്കാണോ? ഓ, അന്നാണ് ഇതിനെ ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയത്. 63 ആണോ? ഇല്ല, പറഞ്ഞു. 66 വഴിയില്ല. 67, 65. അറിയത്തില്ല, പറ. ഇതിപ്പോ എല്ലാം വന്നു. നിങ്ങൾ പറയാത്ത ഏതെങ്കിലും ഉണ്ടോ ഇനി? അറിയത്തില്ല, പറ. 61. എന്താണ് അതിന് കാരണം? ആ വർഷമാണ് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവം ആക്കിയത്. അത് എന്തുകൊണ്ടാണ് ആക്കിയത്? അതിന് മുമ്പ് എന്തായിരുന്നു? അതിനു മുൻപ് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവം അല്ല. ദേശീയ ഉത്സവം ഓണം ആഘോഷിക്കുമായിരുന്നു, പക്ഷെ കേരളത്തിന്റെ ദേശീയ ഉത്സവം 61. അടുത്ത ഓണത്തിന് വീണ്ടും ചോദിക്കും. ഓക്കെ, മഹാബലിയുടെ യഥാർത്ഥ പേര്? മഹാബലി അത് നമ്മൾ വിളിക്കുന്നതാ അങ്ങനെ. മഹാബലി തമ്പുരാൻ അല്ല. ഇന്ദ്രസേനൻ. കണ്ടോ ഇതില്? കണ്ടോ? ഇതില് കണ്ടോ? ശരിയാണോ? അപ്പൊ കണ്ടായിരുന്നു. ഇന്ദ്രസേന രാജാവായിരുന്നു.
മഹാബലി, നമ്മൾ വിളിക്കുന്ന മാവേലി തമ്പുരാൻ. അതെ, എനിക്കറിയില്ലായിരുന്നു. അറിയില്ല. ഓക്കെ. മഹാബലി നീ എന്നിൽ നിന്നും പലതും പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് പഠിക്കാനുണ്ട്. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്തോ ത്യാഗവുമായി ബന്ധപ്പെട്ട എന്തോ ആണ്. ത്യാഗം ചെയ്യുന്ന ആളെന്നോ അല്ല ത്യാഗിയെന്നോ അങ്ങനെ എന്തോ ആണോ? എന്നിട്ട് വരുമ്പോ പ്രിപ്പയർഡ് ആയിട്ടാണോ വന്നേ? അതന്നെ ശരിക്കും വലിയ ത്യാഗം ചെയ്തവൻ. വലിയ ത്യാഗം ചെയ്തവൻ. അതാണ് മഹാബലി എന്നുള്ള വാക്കിന്. മഹാബലി, ബലി എന്ന് പറഞ്ഞാൽ എന്താ? ത്യാഗം. മഹാബലി, വലിയ ത്യാഗം. അങ്ങനെയാണ് മഹാബലി എന്നുള്ള പേര്. ഒരുപാട് പഠിക്കണം. അടുത്തത്, അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത്. അത് ഏത് നാളിലാണ്? അത്തം മുതൽ ഉത്രാടം വരെ. അതൊന്ന് പറയാമോ ഏതൊക്കെയാന്ന്? അപ്പൊ ഞാൻ പറയാം. അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം മകീരം. രണ്ട് ആൻസർ സംശയം പറയാം. എനിക്ക് അറിയത്തില്ല. ചോദ്യാണോ? അല്ല. വിശാഖമാണോ? അല്ല. അപ്പൊ ഇനി ഏതായിരിക്കും? അത്തം ചിത്തിര ചോതി വിശാഖം. ഇത്രേ ഉള്ളൂ. തന്നിട്ടുള്ള ആൻസർ അതല്ലല്ലോ. ഇങ്ങനെ ചതുരത്തിലുള്ളൂ. ഇല്ല, കിട്ടി. ആ, അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം. അപ്പം ചതുരത്തിൽ ഇടുന്നത് പൂരാടമായിരിക്കും. അല്ല, മൂലം. ഗസ് ചെയ്തതാണ്. ഗസ് ചെയ്യുമ്പോ കറക്റ്റായി. ഞാൻ മൂലം ആദ്യം പറഞ്ഞ മോശമാവെന്ന് വെച്ച് പറയാ.